ലൈവിലുണ്ടല്ലോ ഈ ഒരു പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് അനീഷിന്റെ ഭാഗത്തുനിന്ന് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു പരിഹാര ക്രിയ അനീഷ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആ വീട്ടിലെ ഇപ്പോഴത്തെ തലമൂത്ത ഒരാളാണ്. ഷാനവാസ് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ഈ തലമൂത്ത മനുഷ്യൻ എന്നുള്ള ആ ഒരു സംഭവം അനീഷ് അങ്ങ് ഏറ്റെടുത്തു. അനീഷ് പറയുന്ന ഇതാണ്: ടീമുകളെ ഷഫിൾ ചെയ്യാനും മാറ്റാനും ഉള്ള ഒരു വിവേകം ക്യാപ്റ്റൻസ് കാണിക്കുക. അടിയന്തരമായിട്ട് ലിവിംഗ് റൂമിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഒരു പരിഹാരം കണ്ടെത്തുക. ടീമുകളെ ഷഫിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷഫിൾ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അനീഷ് പറയുന്നത്. ഉടനെ ആര്യം പറയുന്നുണ്ട്, ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ അത് നശിപ്പിച്ച് കൈ കൊടുത്ത ആളാണ് അക്ബർ. ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട് കേട്ടോ. സാബുമാൻ ക്യാപ്റ്റൻ ആയപ്പോൾ ഇയാൾ അതിനെ നശിപ്പിച്ചതാണ്. ഉടനെ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകരുത്. ഞാൻ വെസൽ ടീമിലേക്ക് വന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ ഞാൻ വേണേൽ കഴുകി വെക്കാം. എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് ഒക്കെ നന്നായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷ് ഇത് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉടനെ ആര്യം വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മര്യാദ കെട്ടവൻ എടാ പോടാന്നല്ലാതെ അനീഷിനെ വിളിക്കുകയല്ല. ഫ്ലോർ ടീമിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് അനീഷ് ഡ്രാമ കളിക്കുന്നതെന്ന്, അവൻ ഡ്രാമ ഇറക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് ആര്യം പറയുന്നുണ്ട്. ഇതിന് പിന്നെ ഈ ഒരു വഴക്ക് ഇങ്ങനെ ഗ്രീക്ക് യോഗട്ടിന്റെ പേരിലേക്കൊക്കെ ആവുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ അനീഷ് ഇതിനൊരു പരിഹാരം കണ്ടെത്തി പറഞ്ഞിരുന്നു. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി തീരുമാനിക്കേണ്ട കേസേ ഉള്ളൂ. പാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട് ഈ ഒരു വഴക്കിനകത്ത്. പക്ഷെ പ്രധാനമായിട്ടും ഗ്രീക്ക് യോഗട്ടാണ്. ഗ്രീക്ക് യോഗട്ട് നെവിൻ പാതി ടബ് എടുത്ത് തിന്നു. ഈ കള്ളപ്പന്നിയെ കൊണ്ട് തോറ്റു കേട്ടോ. ശരിക്കും സീസൺ തുടങ്ങിയപ്പോ തൊട്ട് തുടങ്ങി കട്ട് തിന്ന് മുടിപ്പിക്കുകയാണ് ആ വീട് ശരിക്കും. എന്നിട്ട് കാണിക്കുന്ന ധാർഷ്ട്യത്തിനും മര്യാദകേടിനും ഒന്നും ഒരു കുറവില്ല. വായിന്ന് വരുന്ന കുറച്ച വർത്താനം അത് വേറെയും. അനീഷിനൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? താൻ പോയി തന്റെ പണി നോക്കണോ, താൻ പോയി തന്റെ കാര്യം ചെയ്യണോ, എന്തിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മറ്റേ വർത്താനം പറയുന്നത്. ശരിക്കും കേട്ടോ, ആര്യൻ നെവിൻ ഈ രണ്ട് ലവന്മാരെയും വെറുത്തുപോയി. അക്ബറിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെറുത്തു. പണ്ടാരടങ്ങിയിരിക്കുകയാണ്. ഈ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോഴല്ലോ ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഈ മൂന്ന് ലവന്മാരെ എടുത്ത് ഉരയ്ക്കാൻ തോന്നുന്നു. വോൾമേലെടുത്തിട്ട് ഉരയ്ക്കാൻ തോന്നുന്നുണ്ട്. ആ ലെവല് ദേഷ്യം വരുന്നുണ്ട്. കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ലെവല് തെണ്ടിത്തരങ്ങളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദയും ഇല്ലാത്ത ലെവല് വെറും ചട്ടിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കിച്ചൺ ടീമിൽ നിന്നും അവിടെ വേറെ ആരോടും പറയാതെ ക്യാപ്റ്റനായിട്ടുള്ള നെവിന് ഇങ്ങനെ ഒരു തോന്നിയാസം കാണിക്കാമെങ്കിൽ അവിടെ നൂറയ്ക്കും അത് പോയി എടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അവിടെ കയറി പിടിച്ച ആര്യൻ എന്ന് പറയുന്ന ആ പരനാറി അവനെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. പിന്നെ ഇത് കട്ടെടുത്ത നെവിൻ ഇന്നലെ രാത്രി കട്ടെടുത്ത് തിന്നുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ നെവിൻ ഈ രണ്ട് ടീമുകളും ഇവർക്ക് വേണ്ടി വാദിക്കുന്ന അക്ബറും ഇവര് മൂന്ന് പേരും ഉണ്ടല്ലോ ശരിക്കും ഒന്നും പറയാനില്ല. വെറും തോൽവികളാണ്. ക്യാപ്റ്റനായിട്ടും അതെ കണ്ടസ്റ്റൻസ് ആയിട്ടും വരെ വെറും തോൽവികളാണ്.